കോവിഡ്-19 പലരും മറന്നു തുടങ്ങിയിട്ടുണ്ട്. വലിയൊരു ആശങ്കകൾക്ക് ശേഷമായിരുന്നു ഇത് ഇപ്പോൾ പകുതിയെങ്കിലും മടങ്ങിയ ഒരവസ്ഥയിൽ നിൽക്കുന്നത്. ഇനിയൊരു ആശങ്കയ്ക്ക് ഇടയില്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ധരിച്ചിരിക്കുന്നത്. പക്ഷേ അതിനെയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ലോകാരോഗ്യ സംഘടനയുടെ ഒരു മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് 84 രാജ്യങ്ങളിൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ വർദ്ധിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. കോവിഡ് വൈറസിന്റെ കൂടുതൽ ഗുരുതരമായ വകഭേദങ്ങൾ ഉടൻ തന്നെ വ്യാപകമായേക്കാമെന്നും UN ആരോഗ്യ ഏജൻസി മുന്നറിയിപ്പ് നൽകുകയാണ്. ഇതുകൊണ്ട് തന്നെ ജനങ്ങൾ ഭയപ്പാടിലാണ്. കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ നിരക്ക് കൂടുന്നുവെന്നാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പറയുന്നത്. വൈകാതെ കോവിഡിന്റെ കൂടുതൽ തീവ്രമായ വകഭേദങ്ങൾ വന്നേക്കാമെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക, യൂറോപ്പ്, വെസ്റ്റേൺ പസഫിക് എന്നിവിടങ്ങളിൽ ഇപ്പോൾ രോഗവ്യാപനം കൂടുതലായ അവസ്ഥയാണ്. എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ കോവിഡ് കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ വക്താവായ ഡോക്ടർ മരിയ വാൻ വെർഗോവ് പറഞ്ഞത്. 84 രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നിന്നാണ് ഇത്തരത്തിൽ കോവിഡ് കൂടുതലാകുന്നവരുടെ എണ്ണം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കൂടുന്നുവെന്ന് മനസ്സിലാക്കിയത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% മുകളിലാണെന്നും പല സ്ഥലത്തിനും പ്രാദേശിക തലത്തിലാണ് വ്യാപനമുള്ളതെന്നും മരിയ വ്യക്തമാക്കുകയും ചെയ്തു. യൂറോപ്പിൽ മാത്രം പോസിറ്റിവിറ്റി നിരക്ക് 20% മുകളിലാണ്. അടുത്തിടെയായി വൈറസ് വ്യാപനം കൂടുന്നതായാണ് കാണുന്നതെന്നും പാരീസ് ഒളിമ്പിക്സിൽ മാത്രം 40ഓളം അത്ലറ്റുകളിൽ കോവിഡ് ഉൾപ്പെടെയുള്ള ശ്വാസകോശ അണുബാധ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുകയും ചെയ്തു. രോഗവ്യാപനം തടയാൻ വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനൊപ്പം തന്നെ വാക്സിനേഷനിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്നും ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട്. 2 വർഷത്തോളം തന്നെ ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയ ഒരു രോഗമായി മാറിയിരുന്നു കോവിഡ്. ഇതുമൂലം നിരവധി മരണങ്ങളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അതൊക്കെ തന്നെ ഈ ഒരു കാലയളവിൽ മാറിയെന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു വാർത്തയും പുറത്തു വന്നത്. നിരവധി ആളുകളിലാണ് ഇപ്പോഴും കോവിഡ് കേസുകൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാക്സിനേഷനിൽ ഒരു മടിയും കൂടരുത് എന്ന് തന്നെയാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അതേസമയം ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ എംപോക്സ് തീവ്രമായി കൂടുന്നു എന്ന് റിപ്പോർട്ടുണ്ട്. ഈ വർഷം മാത്രം 14,000-ലേറെ പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 511 പേർ മരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടറായ ടെഡ്രോസ് അഥാനോം ഗബ്രിയേസസ് പറഞ്ഞു. കോങ്കോയുടെ അയൽരാജ്യമായ കെനിയ, റുവാണ്ട, ഉഗാണ്ട എന്നിവിടങ്ങളിലും രോഗവ്യാപനമുണ്ട്. ആഗോളാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയുടെ ചർച്ചകൾ നടക്കുകയാണ്. 2009 മുതൽ ഇതുവരെ 7 തവണയാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. H1N1, പന്നിപ്പനി, പോളിയോ വൈറസ്, സിക വൈറസ്, എംബോള, കോവിഡ്, എംപോക്സ് എന്നിവയ്ക്കാണ് ഇതുവരെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്.